മലപ്പുറത്ത് നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. കല്യാണം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതിനു ശേഷമായിരുന്നു വധുവിന്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൾ വാഹിദ് വിളിച്ചു പറഞ്ഞതെന്നാണ് സൂചന. നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കവയ്യാതെയാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളും പറഞ്ഞത്. സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷഹാനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഷഹാനയുടെ നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചെന്നും ഷഹാനയുടെ കുടുംബം പരാതിയിൽ പറയുന്നു. എന്റെ മകളെക്കാൾ 4 മാസത്തിന് ഇളയതാണ് ഷഹാന എന്ന് ഒരു ബന്ധു പറഞ്ഞു. വീട്ടുകാരുമായി സംസാരിച്ചതിന് ശേഷം ആ കുട്ടി എന്നോട് ചോദിച്ചത് 19 വയസ്സാകുമ്പോഴേക്കും ഞാൻ ഡിവോഴ്സ് ആയൊരു പെണ്ണാകില്ലേ എന്നാണ്. അത്രയും വിഷമത്തിലായിരുന്നു ഷഹാന. അമ്മാവൻ പറഞ്ഞു. ഏകദേശം 20 ദിവസം ഇരുവരും ഒന്നിച്ചു നിന്നു. അബ്ദുൾ വാഹിദിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു. ബാക്കി ദിവസം ഹണിമൂൺ യാത്രയിലായിരുന്നു. കുറച്ചു ദിവസം അവളുടെ വീട്ടിലും താമസിച്ചു. ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് അവനിൽ മാറ്റം കണ്ടു തുടങ്ങിയത്. 20 ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ, എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലേയെന്നും പെൺകുട്ടിയോട് ഭർത്തൃമാതാവ് ചോദിച്ചു. കുറെ ദിവസം വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി. ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച ഒരു 150 തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നു, ബന്ധു ആരോപിക്കുന്നു. 2024 മെയ് 27-നായിരുന്നു ഇരുവരുടെയും വിവാഹം. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ശേഷമാണ് ഭർത്താവ് നിറത്തിന്റെ പേരിൽ നിരന്തരം യുവതിയെ മാനസികമായി ഉപദ്രവിച്ചതെന്നാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. നിറം കുറവെന്ന ആക്ഷേപത്തിന് പുറമെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞും അവഹേളിച്ചു. ഇതിന്റെ പേരിൽ വിവാഹബന്ധം വേർപെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ പെൺകുട്ടി മാനസിക പ്രയാസത്തിലായിരുന്നു. വിവാഹമോചിതയായ ശേഷം എന്തു ചെയ്യുമെന്ന ആശങ്ക കുടുംബത്തോട് യുവതി പങ്കുവച്ചിരുന്നു. ഭർത്താവിനും മാതാപിതാക്കൾക്കും എതിരായ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ ഷഹാനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മകളാണ് ഷഹാന. ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് 10 മണിയോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു എന്നാണ് വിവരം. ഷഹാനയ്ക്ക് നിറം കുറവാണെന്ന് പറഞ്ഞ് ഒരുപാട് പീഡനങ്ങൾ ഷഹാന സഹിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളും വീട്ടുകാരും പറയുന്നത്. എല്ലാ രീതിയിലും നിരന്തരം അപമാനിച്ചിരുന്നു. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും സ്മാർട്ടായിരുന്ന ഷഹാന പഠനത്തിൽ പിന്നോക്കം പോവുകയും വിഷാദവതിയായിരിക്കുകയും ചെയ്യുന്നത് കണ്ട് കോളേജിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാരും കാര്യങ്ങൾ തിരക്കിയത്. അപ്പോഴാണ് ഭർത്തൃ വീട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ പുറത്തറിഞ്ഞത്. എല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടുകയായിരുന്നു ഷഹാന. ഇത് കണ്ടാണ് ക്ലാസ്സിലെ അധ്യാപകൻ ഷഹാനയോട് വിവരങ്ങളെല്ലാം ചോദിച്ചത്.